ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയും അക്കാദമി. ഇന്നത്തെ ഇൻക്ലെക്സ് സാറിൻ്റെ വീഡിയോയിലും ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഏതാണെന്നും എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യനെ മനസ്സിലാക്കേണ്ടതെന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ നഴ്സ് ഇസ് കെയറിംഗ് ഫോർ എ 3-year-old client with impetigo. Which of the following infection control precautions should the nurse implement? Select all that apply. Wear a surgical mask when bathing the client. Wear a protective gown when changing the client's bed linens. Keep the door to the client's room closed. Place a box of clean gloves outside the client's door. Place a surgical mask on the client during transport to other departments. സോ ഇവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് എയർബോൺ പ്രിക്കോഷൻസ്, ഡ്രോപ്ലെറ്റ്, കോൺടാക്റ്റ്. ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളോട് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് റിലേറ്റഡ് ആയിട്ട് PPE ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രൈവറ്റ് റൂമിൽ ഏത് പേഷ്യൻറ്റിനെ അസൈൻ ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഹാൻഡ് ഹൈജീൻ ഫോളോ ചെയ്യുന്ന കാര്യം വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഏത് റൂമിൽ പേഷ്യൻറ്റിനെ അസൈൻ ചെയ്യണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആരുടെ കൂടെ, 2 പേഷ്യൻസിന് 2-3 പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഏത് പേഷ്യൻ്റെ കൂടെ ഈ പേഷ്യൻറ്റിനെ ആഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നോർമലി ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഈ ഒരു കാറ്റഗറിയിലൊക്കെയാണ് വരുന്നത്. ഇവിടെ ഈ ഇംപെറ്റിഗോ എന്ന കണ്ടീഷനിൽ ഏത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷനാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നാണ്. സോ നമ്മൾ മെയിനായിട്ട് ഇംപെറ്റിഗോ എന്താണ്, അതിൻ്റെ സിംറ്റംസ് എന്താണ്, കോസ് എന്താണ്, മാനേജ്മെൻറ്റ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്ന ഉടനെ ഇരുന്ന് ആലോചിച്ച് സമയം കളയാതെ നമ്മൾ ഓരോ തിയറി പഠിക്കുമ്പോഴും, ഏത് കണ്ടീഷൻ്റെ ആണെങ്കിലും നമ്മൾ തിയറി പഠിക്കുമ്പോൾ എൻക്ലെക്സ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ഇൻഫർമേഷനും ചിലപ്പം വേണ്ടി വരില്ല. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് എൻക്ലെക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ തിയറി പഠിച്ചു പോകണം. അല്ലെങ്കിൽ എല്ലാം ഒന്നും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. ഇവിടെ ഇംപെറ്റിഗോയിൽ നമ്മൾ മെയിനായിട്ട് ചിലപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് അതിൻ്റെ പ്രിവെൻഷനോ അല്ലെങ്കിൽ റൂം അസൈൻമെൻറ്റോ പ്രിക്കോഷൻ ഏതാണെന്നോ ഒക്കെ ആയിരിക്കും. വേറൊരു കണ്ടീഷനിൽ ചിലപ്പോൾ ആ കണ്ടീഷൻ്റെ സിംറ്റം ആയിരിക്കും കൂടുതലായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം പെർട്ടിക്കുലർ ആയിട്ട് ചില സിംറ്റംസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. തിയറിയിൽ വളരെ പെർട്ടിക്കുലർ ആയിട്ട് എൻക്ലെക്സിന് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ തിയറി പഠിക്കാനായിട്ട്. അല്ലാതെ ചുമ്മാതെ കുറേ തിയറി പഠിച്ചു പോയിട്ടും കാര്യമില്ല, എല്ലാം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇവിടെ ഇംപെറ്റിഗോ എന്ന് പറയുന്നത് ഒരു കോൺടാക്റ്റ് പ്രിക്കോഷനിൽ വരുന്ന കണ്ടീഷനാണെന്ന് മനസ്സിലാക്കുക. ഓരോ കണ്ടീഷനും ഏത് പ്രിക്കോഷനിൽ വരുന്നതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫെക്ഷൻസിൽ അതാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. സോ ഇംപെറ്റിഗോ കോൺടാക്റ്റ് പ്രിക്കോഷൻസിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ടച്ചിലൂടെ സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. സോ എയർബോണും ഡ്രോപ്ലെറ്റും എപ്പോഴും ഓർക്കുക റെസ്പിറേറ്ററി ആണ്, ആൻഡ് കോൺടാക്റ്റ് വരുന്നത് ടച്ച് ആണെന്ന് മനസ്സിലാക്കുക. നൗ വെയർ എ സർജിക്കൽ മാസ്ക് വെൻ ബാത്തിങ് ദ ക്ലയൻറ്റ്. നൗ മാസ്ക് വെയർ ചെയ്യുന്നത് റെസ്പിറേറ്ററി പ്രിക്കോഷൻ ആയിട്ടാണ് അല്ലേ, എയർബോൺ ഓർ ഡ്രോപ്ലെറ്റ് ആണ്. അപ്പോൾ ഇതിവിടെ ആൻസർ ആയിട്ട് വരില്ല, അങ്ങനെ തിങ്ക് ചെയ്യണം. ഓക്കെ, വെയർ എ പ്രൊട്ടക്റ്റീവ് ഗൗൺ വെൻ ചേഞ്ചിങ് ദ ക്ലയൻറ്റ്സ് ബെഡ് ലിനൻ. ഗൗൺ വെയർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബോഡി ഫ്ലൂയിഡ്സോടൊന്നും എക്സ്പോസ്ഡ് ആവാതിരിക്കാനാണ്. സോ യെസ്, ഇതൊരു കോൺടാക്ട് പ്രിക്കോഷൻ ആണ്. കീപ് ദ ഡോർ ടു ദ ക്ലയൻറ്റ്സ് റൂം ക്ലോസ്ഡ്. ഇതൊരു എയർബോൺ പ്രിക്കോഷൻ അല്ല, അതുകൊണ്ട് അത് വരില്ല. പ്ലേസ് എ ബോക്സ് ഓഫ് ക്ലീൻ ഗ്ലൗസ് ഔട്ട്സൈഡ് ദ ക്ലയൻറ്റ്സ് ഡോർ. അഗെയിൻ തിങ്ക് ചെയ്യുക, ഗ്ലൗസ് എന്തിനാണ് വെയർ ചെയ്യുന്നത്? കോൺടാക്റ്റിന് വേണ്ടിയാണ് അല്ലേ, കോൺടാക്ട് പ്രിക്കോഷൻ ആണ്. സോ യെസ്, അത് കറക്റ്റായിട്ട് വരും. പ്ലേസ് എ സർജിക്കൽ മാസ്ക് ഓൺ ദ ക്ലയൻറ്റ് ഡ്യൂറിങ് ട്രാൻസ്പോർട്ട് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പം മാസ്ക് കൊടുക്കാനാണ് പറയുന്നത്. അഗെയിൻ ഇതൊരു എയർബോൺ പ്രിക്കോഷൻ അല്ല, റെസ്പിറേറ്ററി പ്രിക്കോഷൻ അല്ല. സോ അതും ആൻസർ ആയിട്ട് വരില്ല. ഇവിടെ ഇതും, അതായത് രണ്ടാമത്തതും 4ാമത്തെ ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത്. ഇത് പോളിൽ ചെയ്ത സമയത്ത്, അതായത് യൂട്യൂബ് പോളിൽ ഈ ക്വസ്റ്റ്യൻ ഇട്ട സമയത്ത് എല്ലാവരും ചൂസ് ചെയ്തത് 2, 4 and 5 ആണ്. 5 ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ 5 ചൂസ് ചെയ്താൽ വിച്ച് മീൻസ് നിങ്ങളത് ക്രിട്ടിക്കലി തിങ്ക് ചെയ്തില്ലെന്നാണ് അർത്ഥം. ഓക്കെ, സോ മേക്ക് ഷുവർ നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുന്ന ഉടനെ ഈ ഇംപെറ്റിഗോ എന്ന കണ്ടീഷനിൽ ഒരുപാട് ഫോക്കസ് ചെയ്ത് ടൈം കളയരുത്. അയ്യോ ഞാൻ അതിനകത്ത് എന്തായിരുന്നു പഠിച്ചത്, മാസ്ക് ആണോ ഗ്ലൗസ് ആണോ, അങ്ങനെയല്ല നമ്മൾ തിങ്ക് ചെയ്യേണ്ടത്. ആ തിയറി എന്തായിരുന്നു എന്ന് ആലോചിച്ച് നോക്കുക അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇംപെറ്റിഗോ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ലെങ്കിലും അത് എന്ത് പ്രിക്കോഷനിൽ വരുന്നതാണെന്ന് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എപ്പോഴും സെലക്ട് ഓൾ ദാറ്റ് അപ്ലൈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തിയറി പഠിച്ച് ജസ്റ്റ് നമ്മളത് ബൈഹാർട്ട് ചെയ്തിട്ട് അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടിയെന്ന് വരില്ല. കാരണം എല്ലാ ഓപ്ഷൻസും ഒന്ന് സെയിം ആയിട്ടല്ല കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം പ്ലേസ് എ സർജിക്കൽ മാസ്ക് ഓൺ ദ ക്ലയൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറൊരു ഓൺ ദ ക്ലയൻറ്റ് എന്നായിരിക്കില്ല വേറൊരു സിറ്റുവേഷനിൽ കൊടുക്കുന്നത്. അപ്പം അവിടെ ചിലപ്പോൾ അത് ആൻസർ ആയിട്ട് വന്നേക്കാം. ഓക്കെ, ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്രിട്ടിക്കലി തിങ്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യാവുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ,
സോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഏത് രീതിയിലാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അതിൻ്റെ തിയറി ആലോചിക്കുകയാണോ ചെയ്യുന്നത്, അതോ ഇവിടെ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ച് തിങ്ക് ചെയ്യാറുണ്ടോ, എങ്ങനെയാണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ, ഓക്കെ ഞാൻ തിങ്ക് ചെയ്യുന്ന രീതി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അങ്ങനെ തെറ്റാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പ്രോബ്ലം തിയറി ആയിരിക്കില്ല, ക്രിറ്റിക്കലി തിങ്ക് ചെയ്യേണ്ട ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. സോ ആ ഒരു രീതിയിൽ NCLEXന്റെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.